വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ലൈഫ് മീഡിയ പറയൂ. ഓക്കെ, മിസ്റ്റർ ആരിഫ് ഹുസൈൻ. രണ്ടുപേരുണ്ട് കേട്ടോ ഇവിടെ. രണ്ടുപേരുണ്ടോ? ആരൊക്കെയാണ്? ഒന്ന് നമ്മൾ സാപ്പിയൻ. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് വരെ എൻ്റെ ഒരു ആലിമായിട്ടുള്ള സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ലൈഫ് മീഡിയ. ലൈഫ് മീഡിയ എന്നാണോ നിങ്ങളുടെ പേര്? അതെ 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 അതെ. ഓക്കെ, മീഡിയ എന്ന് പറയുന്നത് കുടുംബ പേരാണോ? അല്ല, പഞ്ചായത്തിന്റെ പേരാണ്. പഞ്ചായത്തിന്റെ, ശരി. ലൈഫ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ പേര് തന്നെ, വാപ്പാന്റെ? അല്ല, വാർഡിന്റെ. വാർഡിന്റെ, അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ പേരൊക്കെ ഇടാറ്? അല്ല, മെമ്പറാണ് പേരിടുക. മെമ്പറാണോ പേരിടുക? അതെ, അതിനുശേഷം വാർഡിൽ നിന്ന് അപ്രൂവ് ചെയ്തതിനു ശേഷം ബ്ലോക്കിലേക്ക് വിടും. ബ്ലോക്കിൽ നിന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിക്കും. ശരി. നിങ്ങളപ്പോൾ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ ഈ ഇതിന്റെ ഈ പാരന്റ്സിനൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അതും വാർഡ് മെമ്പർ? മോദിയാണ്. ശരി, ഓക്കെ. തന്തയ്ക്ക് സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാണ്. ബാക്കി പറഞ്ഞു. അപ്പൊ പറഞ്ഞ പോലെ ഞാനൊരു വിശ്വാസിയായ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ, പുള്ളി അത്യാവശ്യം തീവ്രമായ ഒരു വിശ്വാസിയായിരുന്നു. ഇപ്പൊ ഒരുപാട് നേരത്തെ സംസാരം കൊണ്ട് ഞാൻ പുള്ളിക്കാരന്റെ വിശ്വാസത്തെ അത്യാവശ്യം ഹനിച്ചോന്ന് എനിക്കൊരു സംശയം തോന്നി. അത് വിശ്വാസപരമായി കുറ്റകരമാണോ? ഹനിച്ചോന്ന് സംശയം? സംശയം. ഞാനൊരു ഏകദേശം ഒരു 25 വർഷമായിട്ട് അവിശ്വാസി എന്നല്ല, യാഥാർത്ഥ്യബോധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വിശ്വാസിയായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ പൊതുവെ ആഗ്രഹിക്കാറില്ല. അപ്പൊ അങ്ങനെ ചെയ്തത് എനിക്ക് അതിൽ ചെറിയ റിഗ്രറ്റ് തോന്നുന്നുണ്ട്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് താങ്കളുടെ റിഗ്രറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്താ അതിനുള്ള വഴി? അതിനുള്ള വഴി എന്താണ് അതറിയാൻ വേണ്ടിയാണ് കോണ്ടാക്ട് ചെയ്തത്. റിഗ്രറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ആളോട് പറയാ. നിങ്ങള് ഒന്നുമില്ല, ഒരു സെക്കൻഡ്. അല്ല, ഞാൻ ചോദിക്കണത് അതാണ്. റിഗ്രറ്റ് തോന്നിയ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടായ എന്താ കുഴപ്പം? അതാ ഞാൻ ചോദിക്കുന്നത്. അവർ ആ ഒരു വിശ്വാസത്തിൽ സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്നവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ആശയം കൊണ്ട് അവരെ ആക്രമിക്കുന്നത് ശരിയാണോ? നിങ്ങൾ എന്തിനാ ആക്രമിച്ചത്? ആക്രമിക്കുകയല്ല, അതിന്റെ ഒരു പ്രവൃത്തി തലത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെ അക്രമമായിട്ട് രൂപപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ? സംശയമാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ എല്ലാവർക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നു അല്ലേ? കാര്യങ്ങളെല്ലാം മൊത്തത്തിലല്ല, അല്ലെ, തീരെ സംശയമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒന്നിലൊരു ഉറപ്പില്ലല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് വിമർശിക്കാം. ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറ്റില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യേണ്ടത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ ആരിഫ് ഹുസൈൻ, നിങ്ങൾ യുക്തിവാദത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു സംഗീത പ്രണയത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് സംശയമല്ലേ? സംശയമല്ല, അതായത് പ്രവൃത്തിയിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും. ഒരു ഉദാഹരണം, ഞാൻ സംഘികൾക്ക് വേണ്ടി കുഴലൂതിയതിന് ഒരു പ്രവൃത്തിയുടെ ഒരു ഉദാഹരണം പറയും. അതായത് ഒരു മതവിമർശനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു മുസ്ലിം വിമർശനത്തിലേക്ക് പോകുന്ന രീതി. ഫോർ എക്സാമ്പിൾ താങ്കളുടെ ഇപ്പൊ നമുക്ക് പർട്ടിക്കുലർലി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇപ്പൊ ഞാനത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ട്. എഴുതി വെച്ചിട്ട് വിളിക്കും. അങ്ങനെ ചെയ്താൽ മതിയോ? അങ്ങനെ മതി. ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമ്മൾ ഇവിടെ എടുക്കില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം എന്താണ് എവിടെയാണെന്നുള്ളത്. അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പൊതുവെ എല്ലാരും പറയുന്നത് കാര്യമാണല്ലോ. അതുകൊണ്ട് ശരിയാവാത്തത് എന്താണ്? ശരിയാവും. അങ്ങനെ ശരിയാവൂ? നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും പറയുന്നു മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ്, മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണെന്ന് എല്ലാവരും പറയുന്നു. മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ്. അപ്പൊ എല്ലാവരും പറയുന്നില്ലേ മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണെന്ന്? മുഹമ്മദ് നബി മുസ്ലിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യമല്ലേ? മുസ്ലിങ്ങൾ പറയുന്നുണ്ട്, അത് അവരുടെ വിശ്വാസം മാത്രമല്ലേ? അതെ, അത് പറഞ്ഞ മാതിരി ഇപ്പൊ അങ്ങനെ കുറെ ആളുകൾക്ക് എന്നെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. അതിപ്പോ ഞാനെന്തിനാ അത് കാര്യത്തിലെടുക്കണം? അതെ, അപ്പൊ ഞാനൊരു സംഘി കുഴലൂത്തുകാരനാണ് എന്ന വിശ്വാസത്തിൽ കുറെ ആളുകൾ ജീവിക്കട്ടെന്നേ. മനുഷ്യരുണ്ടായ കാലഘട്ടം തൊട്ട് പല പല മതങ്ങളിലും പല പല വിശ്വാസം. ശരി, അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു സംഘി കുഴലൂത്തുകാർ ടെക്നിക്കലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. നിങ്ങളത് ഓക്കെ ആണെന്നാണല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും ഈ പറയുന്ന ഒരു സംഘി കൊള്ളൂത്തുകാരനാണ് എന്ന് പറയുന്ന കുറെ ആളുകൾ പറയുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ അത് ഓക്കെ ആയി എടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്കതിൽ വിഷമമുണ്ട്. വിഷമത്തിന്റെ കാര്യം അത് നമ്മുടെ കാര്യമല്ല. വിഷമം നിങ്ങൾക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല.
ഇപ്പൊ സംഘി കഞ്ചാവ് അടിക്കരുതെന്ന് പറയുന്നു. സംഘി കഞ്ചാവ് അടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഞ്ചാവ് അടിക്കാൻ പറയൂ? കഞ്ചാവ് അടിക്കോ കഞ്ചാവ് അടിക്കാതിരിക്കോ ചെയ്യട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? കഞ്ചാവ് ശരീരത്തിന് കഞ്ചാവിന് എന്താ കുഴപ്പം? ശരീരത്തിന് കേടാണത്. കള്ളു കുടിക്കാൻ പാടില്ല. സംഘി കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കള്ളു കുടിക്കാൻ പറയൂ? കള്ളു കുടിക്കോ കുടിക്കാതിരിക്കോ ചെയ്യട്ടെ. അത് പറ്റില്ല. കള്ള് കുടിക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ദർ ഇസ് നോ സേഫ് ലിമിറ്റ് ഫോർ ആൽക്കഹോൾ. അത് ശരിയാണ്. അത് ഹെൽത്ത് അപ്പൊ സംഘിയും ഇപ്പൊ അത് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ സംഘി പറയുന്നതിന്റെ പേരിൽ അത് കള്ളു കുടിക്കാൻ പറയൂ? കള്ളു കുടിക്കാൻ തീർച്ചയായിട്ടും പറയില്ല. കള്ളു കുടിക്കുന്നവർ അപ്പൊ പിന്നെ അപ്പൊ നിങ്ങൾ ഒരു സംഘി പറയുന്ന സാധനങ്ങൾ ഏറ്റു പറയുന്ന ആളായി മാറിയില്ലേ? അങ്ങനെ നിങ്ങളിങ്ങനെ കോർണർ ചെയ്യാൻ വളരെ മിടുക്കനാണല്ലോ അല്ലേ? അത് ഞാൻ മിടുക്കൻ തന്നെയാണ്. അത് അറിയണോണ്ട് തന്നെയാണ് ഈ പണിക്കിരിക്കണേ. അത് അടിപൊളിയാണ്. ശരി, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ പറയും, നിങ്ങളും അപ്പൊ സംഖ്യയായില്ലേ? സംഖ്യയല്ല, തീർച്ചയായിട്ടും എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയണെന്ന് വെച്ചാലേ നിങ്ങൾ പറയേണ്ട കാര്യത്തിൽ വസ്തുത ഉണ്ടോ നോക്കുക. അല്ലാതെ അത് ആര് പറഞ്ഞു നോക്കിയിട്ടല്ല ഒരു കാര്യം എടുക്കുന്നതും തള്ളുന്നതും. പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതിപ്പോ സംഖ്യ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ തള്ളേണ്ട കാര്യം എന്താ ഉള്ളത്? സംഖ്യ എന്താ വേറെ അന്യഗ്രഹ ജീവികൾ വല്ലതാണ്? ഇതേ നാട്ടിൽ അവർ ഔദ്യോഗികമായിട്ട് ഇവിടെ ലീഗലി അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ള സംഘടനയല്ലേ? റൈറ്റ് വിങ് ആണല്ലോ. റൈറ്റ് വിങ് സോ വാട്ട്? അപ്പൊ ലെഫ്റ്റ് വിങ്ങിന് ഇവിടെ മാവോയിസ്റ്റ് സംഘടനകൾ വരെ ഇവിടെ ഉണ്ട്. അപ്പോഴാണോ ഈ റൈറ്റ് വിങ്ങിന് പാടില്ല നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ ലീഗലി എക്സിസ്റ്റ് ചെയ്യാൻ ഒരു അവകാശമുള്ള സംഘടനയാണ്. അവർക്ക് പറയാനുള്ള അവർ പറയട്ടെ. നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ എന്തുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയും. അത് പറയാതെ വെറുതെ സംഗീ എന്ന് പറഞ്ഞുകൊണ്ടാണെന്നുണ്ടോ വല്ല കാര്യമുണ്ടോ? അല്ല, നിങ്ങളുടെ കുറച്ചു കാലമായിട്ടുള്ള പ്രവർത്തനം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, അതിനൊരു ഉദാഹരണം പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉദാഹരണം ഇല്ല. പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് പോകാൻ കഴിയില്ല. ഒന്നുകിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉദാഹരണം പറയാ, ഇന്ന കാര്യം ഇത് ഒരേപോലെയായി, ഇത് ശരിയായില്ല, നിങ്ങളൊരു ഉദാഹരണം പറയൂ. അപ്പൊ അത് ഉദാഹരണമൊക്കെ എടുത്തു വെച്ചിട്ട് വേണ്ട ഇതൊക്കെ. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയും, നിങ്ങൾ അവരോട് ചോദിക്കുക, ഉദാഹരണം പറയാ. അതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിന് ഒരു തെളിവൊന്നും നോക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞങ്ങ് പോലാണോ? അതാണ് എന്റെ രീതി. ഞാൻ താങ്കളുടെ വീഡിയോസും ലൈവ് ബ്രോഡ്കാസ്റ്റുകളെല്ലാം കുറെ കാലമായിട്ട് ഫോളോ. അതൊക്കെ ശരി. ഞാൻ ചോദിക്കുന്നത് അതൊന്നും ഞാൻ ഇല്ലാന്നോ അതൊന്നും വേണ്ടാന്നോ അല്ല പറഞ്ഞത്, കൂടുതൽ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലല്ലേ എനിക്ക് ബിരിയാണി തിന്നാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് വന്ന ഒരാൾ ഇതേപോലെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഏത് വിഷയത്തിലാണ് അങ്ങനെ വന്നത്, അതിനൊരു ഉദാഹരണം പറയൂ സുഹൃത്തെ, കൂട്ടുകാരാ എന്ന് ചോദിക്കണ്ടേ? അപ്പൊ പിന്നെ അത് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തോന്നിയത് സംശയം, അതിനൊക്കെ ഇപ്പൊ നമ്മൾ എന്ത് പറയാനാണ്? നിങ്ങൾ സ്വയം ദൂരീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യം സംശയമാണെന്നല്ലേ പറഞ്ഞേ? ശരി, അപ്പൊ സംശയമല്ലേ? ഉറപ്പാണോ അപ്പൊ നിങ്ങൾക്ക്? സംശയമാണ്, യാഥാർത്ഥ്യമാണ്. കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് പറയും, സംശയമാണോ യാഥാർത്ഥ്യമാണോ? അതിപ്പോ എനിക്ക് തോന്നുന്ന കാര്യം യാഥാർത്ഥ്യമാണോ അതോ സംശയമാണോ എന്ന് എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കൺക്ലൂഡ്. അതിലൊരു സംശയമാണ് നിങ്ങൾക്ക്, ആകെ മൊത്തം സംശയം. നിങ്ങൾ കഞ്ചാവിനെ അനുകൂലിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ കഞ്ചാവ് എങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ച് ആവി കൊള്ളലാണോ? ഇല്ല, ഞാൻ കഞ്ചാവൊന്നും വലിക്കാറില്ല. പക്ഷെ എന്നാ പിന്നെ കൃത്യമായിട്ട് പറയൂ, എവിടെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സംഗതിയിൽ തെളിവുണ്ടോ? ഇല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ തെളിവെടുക്കും. തെളിവുണ്ടെങ്കിൽ തെളിവുള്ളത് പറയാം. അല്ലെങ്കിൽ സമയം കളയല്ലേ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് പറഞ്ഞത്. അത് ഏതാ ഉദാഹരണം പറയൂ? അതിന് ഉദാഹരണം വേണ്ട. താങ്കളുടെ സംസാരത്തിന്റെ ശൈലി, രീതി, താങ്കളുടെ അതെന്താ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ സംഖ്യകൾ ഇങ്ങനെയാണ് പറയാ? യുക്തിവാദിയിൽ നിന്ന് മാറിയിട്ട് ഒരു മുസ്ലിം. നിങ്ങൾ അതിനൊരു ഉദാഹരണം പറയൂ. ഇതിപ്പം സംഘപരിവാറുകാരെങ്കിലും ബോധത്തോടു കൂടി എന്തെങ്കിലും ഇനി പറഞ്ഞു അത് യുക്തിവാദിയെ പോലെ തോന്നി, അല്ലാതെ നിങ്ങളെ പോലെ മണ്ടന്മാരായിട്ട് നടക്കണവരാണോ എല്ലാവരും? അങ്ങനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു കാര്യം കണ്ടത് പറയാൻ പാടില്ലേ? ആരെപ്പോലെ മണ്ടന്മാരായിട്ട്? അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് സംഖ്യകൾ പറയുന്ന പോലെ ആകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? അത് എനിക്ക് മനസ്സിലാവണില്ല. ഭാഷയാണോ? അപ്പൊ മലയാളം പറയുന്നവരൊക്കെ സംഖ്യകളാണോ? പ്രവാചകനില്ലാന്നും ദൈവമില്ലാന്നൊക്കെ എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എങ്ങനെ പ്രവാചകനില്ലാന്നും ദൈവമില്ലാന്നൊക്കെ എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാണോ സംഖ്യയുടെ പ്രശ്നം? സംഖ്യയുടെ പ്രശ്നമല്ല, താങ്കളുടെ പ്രശ്നം. ഇതും സംഖ്യ തമ്മിൽ എന്താ ബന്ധം എന്ന് പറയൂ? നിങ്ങളെ പ്രശ്നം സംഖ്യയല്ലേ? ഇതും അതും എന്താ ബന്ധം? താങ്കൾ സംഖ്യയാണ്, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ സംഖ്യകളും പ്രവാചകനും ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനും സംഖ്യ അല്ല. അതുകൊണ്ടല്ല, താങ്കൾ സംഖ്യയാണ്. നിങ്ങൾ അതിന് ഉദാഹരണം പറയൂ, ഒരെണ്ണം പറയൂ. നിങ്ങളാണ് എന്റെ അടിസ്ഥാനം. നിങ്ങൾ അതാണെന്ന് പറയുന്നതിന് പകരം അതിനൊരു ഉദാഹരണം പറയും. എന്തുകൊണ്ട്? വൈ? വാട്ട് ഈസ് ദ റീസൺ? ഒരെണ്ണെങ്കിലും പറയും. ഞാൻ 10 പേരാണ്, ഇനി പറഞ്ഞില്ല ഞാൻ ഇവിടെ ഇറക്കി വിടും. നിങ്ങളുടെ ഭീകരമായ മുസ്ലിം വിരുദ്ധത. ഭീകരമായ മുസ്ലിം വിരുദ്ധത അതെന്താണ് സാധനം? ഒരു ഉദാഹരണം പറയും. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞൊരു സാധനം പറയും. മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രീതിയും എന്താണ്? ഒരെണ്ണം പറയൂ. സമകാലികമായ വിഷയങ്ങൾ എന്താണെന്ന് പറയൂ, ഒരു ഉദാഹരണം പറയൂ.
എക്സാമ്പിൾ പറയൂ. നിങ്ങൾ മുസ്ലിങ്ങളാണ് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നു. അത് തന്നെ. അങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത്? ഏത് വീഡിയോയിലാണ് ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ 332ാമത്തെ വീഡിയോയിൽ അതല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അത് അതല്ല പറഞ്ഞിരിക്കുന്നത്. 32ാമത്തെ വീഡിയോ എടുത്തിട്ട് പ്ലേ ചെയ്യും. അതിലത് പറഞ്ഞിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നേ, നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് പ്ലേ ചെയ്യും. 332ാമത്തെ വീഡിയോ നിങ്ങളുടെ മൊബൈൽ എടുത്ത് പ്ലേ ചെയ്യും. എനിക്ക് സൗകര്യമില്ല. ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഏത് സമയത്താണെന്നുള്ളത് നിങ്ങൾ 267ാമത്തെ വീഡിയോ അതിലും പറഞ്ഞിട്ടില്ല. അതിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ട്. ധൈര്യം ഇപ്പൊ പ്ലേ ചെയ്ത് കേൾപ്പിക്കും. പ്രൂവ് അതെന്താ? നിങ്ങൾക്ക് അവിടെ യൂട്യൂബിൽ കിട്ടൂലേ? 322 552 72 ഏത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എടുക്കാമല്ലോ. എടുക്കൂ, പ്ലേ ചെയ്യൂ, പ്രൂവ് ചെയ്യൂ. എനിക്കത് ഞാനതിൽ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ. നിങ്ങൾ പ്രൂവ് ചെയ്യും. ഏത് സമയത്താണെന്ന് പ്രൂവ് ചെയ്യും. ഏത് സമയത്താണെന്ന് പ്രൂവ് ചെയ്യും. ഐ ചാലഞ്ച്. രാത്രി 9:30. അതല്ല, ആ വീഡിയോയുടെ ടൈം പറയൂ, ടൈം സ്റ്റാമ്പ്. അത് പ്ലേ ചെയ്യും അവിടെ, ധൈര്യം ഉണ്ടെങ്കിൽ. ടൈം സ്റ്റാമ്പ് 327ാമത്തെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യൂ മൊബൈലിൽ. എനിക്കറിയില്ല. നിങ്ങളുടെ സ്റ്റുഡിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതെന്റെ കുഴപ്പമില്ല. നിങ്ങൾ എടുത്ത് പ്ലേ ചെയ്യൂ. നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു സെന്റൻസിൽ ഞാൻ മുസ്ലിങ്ങൾ അങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രൂവ് ചെയ്താണ് ഞാൻ ഈ പണി നടത്തുന്നത്. പിന്നെ ഈ പേപ്പട്ടി പേപ്പട്ടി മതം ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞതിന് തെളിവ് വെക്ക്. ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ആദ്യം ഈ പറഞ്ഞതിന് തെളിവ് വെക്ക്. അത് പ്ലേ ചെയ്ത് എത്രാമത്തെ സെക്കൻഡിൽ എത്രാമത്തെ മിനിറ്റിലാണ് അത് നിങ്ങളല്ലേ തെളിവ് പറഞ്ഞത്. നിങ്ങൾ പ്ലേ ചെയ്യും. ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളാണ്. ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ മേത്താണ്. നിങ്ങൾ പ്രൂവ് ചെയ്യുക. ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ മേത്താണ്. പേപ്പട്ടി മതം മുസ്ലിങ്ങൾ പേപ്പട്ടി മതം അത് രണ്ടാണ്. പേപ്പട്ടി മതം എന്ന് പറഞ്ഞാൽ അത് മതം, ആശയമാണ്. ആശയം അത് പേപ്പട്ടി മതം തന്നെയാണ്, ഒരു സംശയമില്ല. പേപ്പട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് പറയും? എന്താണ് പേപ്പട്ടി? അപ്പൊ പേപ്പട്ടി മതം എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പട്ടി മതമാണ് മതത്തിന് റാബീസ് ഇൻഫെക്ഷൻ ഉണ്ടായോ? അതെ, പേ പിടിച്ച മാതിരിയുള്ള സ്വഭാവം കാണിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്താ സംശയം ഉണ്ടോ? എന്താണ് പറയൂ, ഡിഫൈൻ. എന്താ സംശയം? ഇതൊക്കെ എത്രയാ പറഞ്ഞിരിക്കണം? അപ്പൊ വീഡിയോ കണ്ടിട്ടില്ലേ? വീഡിയോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാ പോയി ഒന്നുകൂടി ഇരുന്ന് കാണും. ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഇവിടെ ഇന്നിപ്പോ തന്നെ 2 തവണ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് തന്നെ 2 തവണ പറഞ്ഞു. ഇനി പറയാൻ സൗകര്യം. നിങ്ങൾ വേണമെങ്കിൽ പോയി വീഡിയോ കാണും. വായി പേപ്പട്ടി മതം നിങ്ങൾ പോയി അതാ പറഞ്ഞു. ആ വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് നിങ്ങൾ കാണിക്കൂ. അതിലെവിടെ പറഞ്ഞിരിക്കുന്നത്? 327 എടുക്കുക, എന്നിട്ട് അതിനകത്ത് പ്ലേ ചെയ്ത് കാണിക്കുക. ഞാൻ 10 വരെ എണ്ണും. അതിന് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് കുണയ്ക്കാതെ നിങ്ങൾ ഇട്ടിട്ട് പോവാ. ഓക്കെ, നിങ്ങളെടുത്ത് പ്ലേ ചെയ്യൂ. നിങ്ങളാണ് പ്രൂഫ് വെച്ചത്. അത് എടുക്കുക, പ്ലേ ചെയ്യുക. ഏത് സെക്കൻഡിൽ ഏത് മിനിറ്റിലാണെന്നുള്ള പ്ലേ ചെയ്ത് കാണിക്കുക. നിങ്ങളുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന സാധനം എന്റെ ലൈബ്രറിയിലൊന്നുമല്ല, ഇതെല്ലാം പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. എന്റെ അണ്ണാക്കിൽ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല. എല്ലാം പബ്ലിക്കലി ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് എടുത്ത് പ്ലേ ചെയ്ത് പ്രൂവ് ചെയ്യാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. 10 വരെ എണ്ണും, അല്ലെങ്കിൽ ഈ മെഴുകിൽ നിർത്താം. സമയമില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് പോകണം. 10 9 8 7 6 5 4 3 2 1. യെസ്, ഇത്രയേ ഉള്ളൂ. ഇത് വെല്ലുവിളിയും മണ്ണാങ്കട്ടൊക്കെ ആയിട്ട് വരും. എടുത്ത് പറയാൻ പറഞ്ഞാൽ പറയില്ല. അങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാം. നമ്മൾ മുസ്ലിങ്ങൾ മുഴുവൻ ഈ നാടിന് കുഴപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരാൾ അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പണി നിർത്തും. അത്രേ നമുക്ക് പറയാനുള്ളൂ. അത് ഏത് വലിയ കോപ്പിലെ വോക്ക് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പറയാനുള്ള സാധനം അത് തന്നെയാണ്. ഇനി പേപ്പട്ടി മതം എന്ന് പറഞ്ഞാൽ അത് ആ മതത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അത് കൃത്യമാണ്. പേപ്പട്ടി മതം, അല്ലാതെ പേപ്പട്ടി വിശ്വാസി എന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുക. പേപ്പട്ടി മതം അത് അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. മതങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ മതങ്ങളെയും നിങ്ങൾ പട്ടികളായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പേ പിടിച്ച മതം അത് ഇസ്ലാമാണ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാപ്പിയൻ? ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് ആ പ്രവാചകനെ വിമർശിച്ചു കഴിഞ്ഞാൽ RSS ആവെന്ന് പറഞ്ഞപ്പോ എനിക്ക് കോയ ആണെന്ന് മനസ്സിലായി. അതാണ്. ഏതായാലും അവൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അവന്റെ ബാപ്പാന്റെ പേര് തീരുമാനിക്കുന്നത് വാർഡ് മെമ്പറാണ്. അത് ഏതായാലും സത്യമായിട്ട് മാറി. സ്വന്തമായിട്ട് വാപ്പാക്ക് വിളിച്ചിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു കോയ. നാണമില്ലേ? നല്ല രസം. എന്തായാലും അത് കോയമാര് വിളിക്കുന്നില്ല എന്ന് പറയുന്ന പരാതി തീർന്നു കിട്ടിയല്ലോ. പേരൊക്കെ മാറ്റിയാണ് വരുന്നത്. അല്ല, അതന്നെ. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ബാസിൽ ഇറക്കുന്ന ആൾക്കാരാണെന്നാ തോന്നുന്നത്. അത് വരും. ബാസിലൊക്കെ ഇതിൽ കുറെ കൂടി ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വോക്കുകളാണ് ഈ തരത്തിലുള്ള ഊളത്തരമായിട്ട് വരുന്നത്. ഇത് കോയാണ്, വോക്കൊന്നല്ല. അത് വോക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. നന്മ വരെ ചമയും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.